നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് പ്രായത്തിൽ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായത്തിൽ വിവാഹം എപ്പോൾ ആകാം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം ഒരു മറുപടി? ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പ്രതികരിക്കാമോ? പറഞ്ഞോ. ആണുങ്ങളെ ഉദ്ദേശിച്ച് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒരു വിവാഹം ഏത് പ്രായത്തിൽ വേണമെന്നാണ് പൊതുവിൽ ഒരു ക്യാമ്പസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നിൻ്റെ ഒരു അഭിപ്രായം? ആണുങ്ങളാണെങ്കിൽ ഒരു 30 വയസ്സ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പെണ്ണുങ്ങളാണെങ്കിൽ ഒരു 20 വയസ്സ്. ഓക്കെ. ആൺകുട്ടികളാണ് 30, പെൺകുട്ടികളാണ് 20 വയസ്സ്. നിന്റെ പേരെന്താണ്? അഭിരാം. അഭിരാമിൻ്റെ അഭിപ്രായം അതാണ്. അത് എന്തുകൊണ്ടാണ് അഭിരാം ഈ ബോയ്സ് 30 വയസ്സ് വരെയും ഗേൾസ് 20 വയസ്സ് വരെ എന്നൊക്കെ നീ പറയാൻ കാരണം? കുറച്ച് ഗ്യാപ്പ് ഡിഫറൻസ് നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പെൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അഭിരാമിനോട് പറയാനുള്ളത്? ആരെങ്കിലും ഒരാളൊന്ന് സംസാരിക്കൂ. യോജിക്കുന്നുണ്ടെന്നാണ് രചന പറയുന്നത്. അതായത് അഭിരാമിൻ്റെ അഭിപ്രായം ഇതാണ്, ബോയ്സ് 30 വയസ്സ് വരെ വെയിറ്റ് ചെയ്യണം, സ്ത്രീകൾ 20ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കണമെന്ന അഭിരാമിൻ്റെ അഭിപ്രായത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടാണ് രചിത സംസാരിക്കുന്നത്. മറ്റെന്തെങ്കിലും അഭിപ്രായം ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? അഭിരാമിൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല. അഭിരാമ പറയുന്നത് 30 വയസ്സിലാണ്, അതിനോട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെങ്കിൽ 20 വയസ്സിൽ ഗേൾസ് കുട്ടികളാണ്, അത് മനസ്സിലാക്കണം. ഗേൾസ് ഒരു 25 വയസ്സിന് ശേഷം മാത്രമേ കല്യാണപ്രായം ഗേൾസിനാവുന്നുള്ളൂ. പക്വത വരണം, അവർ സ്വന്തം കാലിൽ നിൽക്കണം, അവർക്കൊരു ജോലി വേണം. അപ്പോൾ യോജിക്കുന്നില്ല. അപ്പോൾ അഭിരാമിൻ്റെ അഭിപ്രായത്തോട് മോളുടെ പേരെന്താ? സാനിയ പറയുന്നത് അതിനോട് യോജിക്കുന്നില്ല. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ഒരു പക്വതയൊക്കെ എത്തണമെങ്കിൽ 25 വയസ്സാകണമെന്നാണ് പറയുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമപ്രകാരം ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പ്രായം, വിവാഹം നിയമപരമായി കഴിക്കാൻ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രായം എത്രയാണ്? എത്രയാണ് സിസ്റ്ററെ? സിസ്റ്ററിന് ഒരു മൈക്ക് കൊടുക്കൂ, പറയൂ സിസ്റ്റർ. 18 വയസ്സ്. സാനിയ പറയുന്നത് 25 വയസ്സൊക്കെ ആകണം, അപ്പോഴേ ഒരു പക്വത വരുള്ളൂ എന്നാണ്. എന്താ സിസ്റ്ററിന്റെ ഒരു അഭിപ്രായം? ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് 18 വയസ്സ്. പക്ഷേങ്കിൽ നമുക്കൊരു പക്വത വന്ന് സ്വന്തം കാര്യം നിൽക്കാൻ നമുക്കൊരു 25 വയസ്സാകുമ്പോഴത്തേനെ നമുക്ക് സാധിക്കുള്ളൂ. 25 വയസ്സാകുമ്പോൾ പക്വത വരുമോ? 25 വയസ്സാകുമ്പോൾ പക്വത വരുമെന്നല്ല, നമ്മുടെ ജോലി കിട്ടും, നമ്മൾ ജോലി സമ്പാദിക്കും, നമ്മൾ സ്വന്തം കാര്യം നിൽക്കും, ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ സിസ്റ്ററും ആ അഭിപ്രായത്തെ പിന്തുണച്ചിരിക്കുകയാണ്. അതായത് പെൺകുട്ടികൾക്ക് ഒരു 25 വയസ്സ് വരെയൊക്കെ കാത്തു നിന്നൊരു ജോലിയൊക്കെ ആയിട്ട് മതി വിവാഹം എന്നാണ് പറയുക. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ നാട്ടിലൊരു 18, 19, 20 വയസ്സിലൊക്കെ വിവാഹങ്ങൾ നടന്നിരുന്നു. അന്നൊക്കെ വീട്ടിൽ ധാരാളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും പിന്നീട് പഠിച്ച് ഡോക്ടറും കളക്ടറും എൻജിനീയറൊക്കെ ആയി. അവരുടെയൊക്കെ മക്കളാണ് പിന്നീട് കേരളത്തിൽ വളരെ ഉയർന്ന പൊസിഷനിലൊക്കെ എത്തിയത്. അപ്പോൾ അന്ന് 18 വയസ്സിലുണ്ടായിരുന്ന പക്വത ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട്, ഇത്രയും ടെക്നോളജി ഉള്ളപ്പോൾ, ഇത്രയും എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഉള്ളപ്പോൾ ഈ പക്വതയും സെറ്റിൽമെൻറ്റും ഒക്കെ ഇത്രയധികം വൈകുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ളൊരു പാശ്ചാത്യ അനുകരണമാണോ, അതോ മറ്റേതെങ്കിലും രീതിയിൽ നേരത്തെ വിവാഹം കഴിച്ചാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നൊരു ചിന്തയിൽ നിന്നാണോ ഇത്തരം ചിന്തകളൊക്കെ വരുന്നത് എന്നൊരു അഭിപ്രായം ചോദിച്ചാൽ ആരതിനോട് പ്രതികരിക്കും? മോളുടെ പേരെന്താണ്? നിത്യ. ഹൃദ്യമായിട്ട് അതിനോടൊന്ന് പ്രതികരിക്കൂ. എന്താണ് ഹൃദ്യയുടെ അഭിപ്രായം? ഇപ്പോഴത്തെ ഒരു അനൗദ്യോഗികമായ കണക്ക് പ്രകാരം കേരളത്തിൽ 26 വയസ്സിനും 42 വയസ്സിനും ഇടയ്ക്ക് വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കാത്ത 1,30,000 പുരുഷന്മാർ കേരളത്തിലുണ്ട്. അതിൽ സിസ്റ്റർ ഒക്കെ പ്രതിനിധീകരിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത്. ഇതര സമുദായങ്ങളുടെ കണക്കെടുത്താൽ എല്ലാം കൂടെ കൂട്ടിയത് അൺഒഫീഷ്യലാണ് ഒരു 1,30,000 പുരുഷന്മാർ. ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ 27 to 42 വിവാഹം കഴിക്കാതെ ഇപ്പോൾ നിൽക്കുകയാണ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് ഹൃദയയുടെ ഒരു അഭിപ്രായം? പണ്ട് പെൺകുട്ടികൾ അങ്ങനെ ജോലി ചെയ്യുന്നില്ലായിരുന്നു തോന്നുന്നു. പണ്ട് അങ്ങനെ ജോലി ചെയ്യാൻ വിടാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഒരു അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും, പിന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് കുറേ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം കാലിൽ നിന്ന് തന്നെ ജീവിക്കണം എന്നൊരു ആഗ്രഹവും അവർക്ക്, എന്നാലേ അവർ ജീവിതം നല്ലോണം മുമ്പോട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ ആൺകുട്ടികളായാൽ തന്നെ ഇപ്പോൾ ജോലിയെല്ലാം അവർക്ക് കുറവാണ്. കുറച്ചും കൂടി പണ്ടത്തേനെ അപേക്ഷിച്ച് അവർക്ക് ജോലി കിട്ടുന്നതും അത് പഠിക്കുന്നതും കുറവാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ പെൺകുട്ടികളും കൂടി അത് പഠിച്ചും അവർക്കും കൂടി ജോലി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഹൃദയയുടെ അഭിപ്രായം. യോജിക്കുന്നുണ്ട് അതിനോട് നിങ്ങൾ ഗേൾസ്?
എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ 16,000 രൂപ തൊട്ട് 27,000 രൂപ വരെ കിട്ടുന്ന സാലറി ആണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സെക്യൂരിറ്റി? ഒരു ദാമ്പത്യ ജീവിതത്തിൽ, ഒരു ഫാമിലി ലൈഫിൽ ഹസ്ബൻഡ് വൈഫിനെയും വൈഫ് ഹസ്ബൻഡിനെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നത്? ഒരുമിച്ച് 4 കാലിൽ നിൽക്കുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിച്ചും ആശ്രയിച്ചൊക്കെ നിൽക്കുന്നത് നല്ലതാണോ മോശമാണോ? എന്താ അഭിപ്രായം പറയൂ. പിന്നെ ഹൃദയ പറഞ്ഞത് ആൺകുട്ടികൾക്ക് പൊതുവിൽ അങ്ങനെ ഇപ്പം വലിയ ജോലിയൊന്നും അങ്ങനെ കിട്ടുന്നില്ല, അതുകൊണ്ട് അവരെ അങ്ങനെ പഠിക്കുന്നില്ല, അവരെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നാണ് ഹൃദയ പറയുന്നത്. എന്താണ് മോൾക്ക് അതിനോടുള്ള ഒരു പ്രതികരണം? വിവാഹമേ വേണ്ട, അതാണ് എൻ്റെ അഭിപ്രായം. വിവാഹമേ വേണ്ട എന്നാണ് പറയുന്നത്. വിവാഹമേ വേണ്ട. പേര് ഒന്നുകൂടെ പറഞ്ഞേ. നൈതിക. നൈതിക പറയുന്നു വിവാഹമേ വേണ്ട എന്നാണ് നൈതിക പറയുന്നത്. നൈതികയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ സമകാലീന സമൂഹത്തിൽ നടക്കുന്ന ദാമ്പത്യ ജീവിതത്തിലുള്ള തകർച്ചകളോ അപജയങ്ങളോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം? എന്റെ മാത്രം അഭിപ്രായമാണ്. ഇപ്പോൾ ആയിക്കോട്ടെ, അതിൽ കുഴപ്പമില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം? എനിക്ക് സ്വന്തമായി ഒരു ജോലി ചെയ്ത് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കാനാണ് താല്പര്യം. ഓക്കെ, എന്താണ് അതിന്റെ ഒരു റീസൺ? അല്ലാതെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവായി കുട്ടികളായി അവരെ നോക്കി അങ്ങനെ തീർക്കാനുള്ളതല്ല എൻ്റെ ലൈഫ്. എനിക്ക് വേണ്ടി ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതാണ് മോൾക്ക് ഇഷ്ടം. അപ്പോൾ അദ്ദേഹം പറയുന്നത് വിവാഹം വേണ്ട, തനിച്ച് ജീവിക്കുന്നതാണ് ഇഷ്ടമെന്നാണ്. ഇത്തരമൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. എന്തായിരിക്കാം അതിന് കാരണം? ഇതിനോടൊക്കെ നിങ്ങളൊക്കെ യോജിക്കുന്നുണ്ടോ? എന്താണ്? എവിടെ വാട്ട്സ് യുവർ നെയിം? ജോമി ഇങ്ങോട്ട് വരൂ. ഡയന, ജോമിയയ്ക്ക് മൈക്കൊന്ന് കൊടുക്കൂ. എന്താണ് ജോമിയയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അഭിപ്രായം? ഇപ്പം ഇങ്ങനെ ഒരു ചിന്താഗതി വരാൻ കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പം സ്ത്രീധനത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റ് കാര്യങ്ങളുടെ പേരിലാണ് സ്ത്രീകൾ ഫിസിക്കലി ഒത്തിരി ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ട് അവർ മാരേജിനോട് വേണ്ടാന്ന് പറയാണ്. പിന്നെ കമ്മിറ്റ്മെൻറ്റ്സിനോട് അവർക്ക് താല്പര്യം വരുന്നില്ല. അപ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാം എന്നൊരു ഫ്രീഡം അവർക്ക് കിട്ടും. അതിൽ ഫിനാൻഷ്യലി സ്റ്റേബിളായി അങ്ങനെ നിന്ന് പോകാമെന്നുള്ള ഒരു ഇത് വരുന്നതുകൊണ്ട് സ്ത്രീകൾ മാരേജ് വേണ്ട, അല്ലെ ലേറ്റ് മാരേജ് മതി എന്നൊരു ചിന്തയിലോട്ട് വരുന്നു. ജോമി എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? എനിക്ക് ഒരു 25 വയസ്സിന് ശേഷം ഫിനാൻഷ്യലി സ്റ്റേബിളായി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് പയ്യെ ആലോചിച്ച് അങ്ങനെ പോയാൽ മതി എന്നാണ് ജോമിയെ പറയുന്നത്. ഓക്കെ, ഈ കാര്യത്തെക്കുറിച്ച് അഭിരാമ് നേരത്തെ പറഞ്ഞൊരു അഭിപ്രായത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ചർച്ച നടക്കുന്നത് തന്നെ. അപ്പോൾ അഭിരാമിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന സുഹൃത്തിൻ്റെ പേരെന്താണ്? ഹരി, എന്താണ് ഹരിയുടെ അഭിപ്രായം? ഇവർ പറയുന്നത് 25 വയസ്സായി സെറ്റിലായിട്ട് മതി, എല്ലാ ഭാര്യമാരും ടോർച്ചർ ചെയ്യപ്പെടുന്നു, വിവാഹമേ വേണ്ട, കുട്ടികൾ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ എന്തു ചെയ്യും ഹരിക്ക് വിവാഹം കഴിക്കണമെന്നൊരു അഭിപ്രായമുള്ള ആളാണെങ്കിൽ എന്തു ചെയ്യും? ഓരോരുത്തർക്ക് തോന്നുമ്പം വിവാഹം കഴിക്കുക. അതവരെ ഒരു സമയമാകുമ്പോൾ എല്ലാവർക്കും തോന്നുമല്ലോ ഒരു കൂട്ട് വേണമെന്ന്. അപ്പം അങ്ങനെ തോന്നാത്തവർ അവസാനമാകുമ്പോൾ അവർക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. കൂത്തുപറമ്പ് കോളേജിലെ ഹരി പറഞ്ഞ ഈ പ്രസ്താവന എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് യൂറോപ്പിൽ ഹരി ഇൻ്റർനാഷണൽ ആയിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ഒരു 12 വർഷങ്ങളായിട്ട് ഇവിടുന്ന് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നൊരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇവിടുന്ന് പോകുന്ന നേഴ്സുമാർക്കും MSWക്കാർക്കും ഏറ്റവും കൂടുതൽ ജോലി അവിടെ ലഭിക്കുന്നത് കെയർ ഗിവിങ് മേഖലകളിലാണ്. മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് കെയർ ഗിവിങ് മേഖലകളിൽ അവർക്ക് അവിടെ ജോലി കിട്ടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹരി ഈ പറഞ്ഞത് തന്നെയാണ്. ഒരു സ്വാർത്ഥതയിൽ കലർന്ന് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് ഇത്തരം തീരുമാനങ്ങളും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തകളെല്ലാം തന്നെ നമ്മുടെ പ്രായത്തിൻ്റെ ഫെർട്ടിലിറ്റിയുടെ ഒരു കാലഘട്ടം വരെയുള്ളൂ. ഒരു വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഇവരെല്ലാവരും ഒന്നടങ്കം കെയർ ഹോമിലേക്ക് പോകുന്നു. ആരുമില്ലാതെ അതൊരു വലിയ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തിൻ്റെ 40% ജനത മാറിപ്പോകുന്നത് കൊണ്ടാണ് ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്കെല്ലാം തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഹരി പറഞ്ഞതിൽ തന്നെ അതിനകത്തൊരു ഉത്തരമുണ്ട്. എന്താണ് ഹരി പറഞ്ഞതിലൊരു ഉത്തരം? സമയമാകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓർക്കുമ്പോൾ വിഷമം വരും എന്നുള്ളതാണ്. ഇനി സന്തോഷം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് സുഖിക്കുന്നതല്ല. ഇപ്പോൾ ഒരു മനോഹരമായൊരു ചെടി അത് നട്ടു വളർത്തിയിട്ട് അതിലൊരു പുഷ്പം ഉണ്ടാവുന്ന ദിവസം പറിച്ചു കളയുന്നതിനേക്കാളും കുറച്ചുകൂടി ആ ചെടിയോടുള്ളൊരു സ്നേഹം, അത് പുഷ്പിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ള സ്നേഹമാണ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ലവ്.